ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തൊക്കെ അമലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസം കൂടി ആയതുകൊണ്ട് ഈ മാസത്തെ നന്മകൾ ഒരുപാട് കൊണ്ട് ചെയ്യുക, തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, മാത്രമല്ല സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തെ ബഹുമാനിക്കേണ്ടത്. 2, ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ ഓതിയാൽ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുകയും നമ്മുടെ പദവികൾ അല്ലാഹു തആല ആഖിറത്തിലും ദുനിയാവിലും ഉയർത്തുകയും. മഗ്രിബിന് ശേഷം യാസീൻ ഓതൽ പ്രത്യേകം നല്ലതാണ്. പ്രത്യേകം മനസ്സിൽ കരുതി ഓതേണ്ട ഒരു സൂറത്താണ്. ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ഓരോ ദിവസവും 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ ദാരിദ്ര്യം, കടം, സിഹർ, രോഗങ്ങൾ, പാപങ്ങൾ, നിഫാഖ് എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരും. സൂറത്തുൽ ഹജ്ജ്, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ ഈ സൂറത്തുൽ ഹജ്ജ് ഓതുന്നതിന്റെ പ്രതിഫലം കൊണ്ട്, മഹത്വം കൊണ്ട് അടുത്ത വർഷം എനിക്കും ഹജ്ജിന് പോകാനുള്ള അവസരം തരണേ അല്ലാഹ് എന്നൊക്കെ മനസ്സിൽ കരുതി ഓതിയാൽ അതിനും പുണ്യം. ഇന്നത്തെ മഗ്രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ജമാസം മുഴുവനും അല്ലാഹുവിന്റെ വലിയ ബറക്കത്തും റാഹത്തും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിനും നമുക്കൊക്കെ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല